നമസ്കാരം. 18 വർഷം തുടർച്ചയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയ പദവി രാജിവെച്ചപ്പോൾ പകരം നിയമിതനായത് പിണറായിയുടെ വത്സല ശിഷ്യനായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു കോടിയേരിയുടേത്. അതേസമയം പാർട്ടി സഖാക്കൾക്ക് പ്രിയപ്പെട്ട നേതാവുമായിരുന്നു കോടിയേരി. സൗമ്യനും ശാന്തശീലനുമായ കോടിയേരി പാർട്ടി ശത്രുക്കളോട് പോലും സംയമനത്തോടെ സ്നേഹത്തോടെ പെരുമാറി. എന്നാൽ ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ വന്നപ്പോൾ പിണറായിക്ക് രാജിവയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. പാർട്ടിയുടെ നിയന്ത്രണം പിണറായിയുടെ കയ്യിലാണെങ്കിലും ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. സ്വാഭാവികമായും പകരക്കാരനായി എത്തുക പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരിക്ക് അത്തരമൊരു താല്പര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ പിണറായി സ്വതസിദ്ധമായ തൻ്റെ പക കോടിയേരിക്ക് നേരെയെടുത്തു. എത്ര ഗൗരവമേറിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും ഫെമ നിയമലംഘനം അടക്കമുള്ള ഗൗരവമേറിയ തെളിവുകൾ ലഭിച്ചാലും പിണറായിയെ വെറുതെ വിടുന്ന ശീലമുള്ള കേന്ദ്രം ഈ സമയത്ത് കോടിയേരിയുടെ മകനെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് പാർട്ടിക്കാർക്കിടയിൽ പോലും സംശയമുണ്ടാക്കി. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാടുന്ന പാട്ടുണ്ടെങ്കിലും ജീവിതം ആസ്വദിക്കുന്ന കാര്യത്തിൽ മുൻപിലായിരുന്നെങ്കിലും ലഹരി കച്ചവടം നടത്തേണ്ട ഗതികേട് കോടിയേരിയുടെ മകനില്ല എന്നാണ് കോടിയേരിയെയും ആ കുടുംബത്തെയും അറിയാവുന്നവർ തറപ്പിച്ച് പറയുന്നത്. പക്ഷെ പിണറായി വിജയൻ മാത്രം അനങ്ങിയില്ല. ലഹരി കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പിണറായി ഉത്തരം പറഞ്ഞത് കോടിയേരിയുടെ മകനെ തള്ളുന്ന തരത്തിലായിരുന്നു. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയില്ല അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്ന്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവട്ടെ എന്ന് പിണറായി പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് കോടിയേരിയും കോടിയേരിയെ സ്നേഹിക്കുന്നവരുമായിരുന്നു. 1 വർഷത്തോളമാണ് ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നത്. പാർട്ടി പിണറായിയുടെ കയ്യിലായതുകൊണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി മാറുന്നു. ഒരൊറ്റ കുഞ്ഞുപോലും ബിനീഷ് കോടിയേരിക്ക് വേണ്ടി പ്രതികരിച്ചില്ല. മാത്രമല്ല, ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം റദ്ദാക്കുന്നു. 3 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടിയേരിയുടെ മകൻ 2023 കുറ്റവിമുക്തനാവുന്നു. തെളിവൊന്നുമില്ല എന്ന് കണ്ടെത്തി ജാമ്യം കൊടുത്തു വിട്ടു എന്ന് മാത്രമല്ല, പിന്നീട് ആ കേസിൻ്റെ പിന്നാലെ അന്വേഷണ സംഘം നീങ്ങിയതായും റിപ്പോർട്ടുകളില്ല. ഇതിനിടയിൽ കോടിയേരി ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു. മകൻ്റെ ജയിൽവാസമാണ് കോടിയേരിയുടെ ആരോഗ്യം കുഴപ്പത്തിലാക്കിയതെന്നാണ് കോടിയേരിയുടെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലക്ഷങ്ങളുടെ മനസ്സിൽ കുടിയേറിയ കോടിയേരിക്ക് അർഹിക്കുന്ന അന്ത്യോപചാരവും പിണറായി നിഷേധിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തിച്ച് അവിടെ നിന്ന് വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു കോടിയേരിയുടെ കുടുംബത്തിൻ്റെ ആഗ്രഹം, കണ്ണൂരിലെ പാർട്ടി സഖാക്കളുടെ ആഗ്രഹം. പക്ഷെ പിണറായി അതിന് സമ്മതിച്ചില്ല. നേരെ കണ്ണൂരിലെ വീട്ടിലെത്തിച്ച് ഒരൊറ്റ ദിവസത്തെ അന്ത്യാഞ്ജലി അർപ്പിച്ച് പിറ്റേന്ന് തന്നെ ശവദാഹം നടത്താൻ തീരുമാനിച്ചത് പിണറായി വിജയന് കുടുംബസമേതം ടൂറിന് പോവേണ്ടത് കൊണ്ടായിരുന്നു. ഇതും കോടിയേരിയുടെ കുടുംബത്തെ വേദനിപ്പിച്ചു. പക്ഷെ കോടിയേരിയുടെ കുടുംബം ഒരിക്കലും അത് തുറന്നു പറഞ്ഞില്ല. കോടിയേരിയുടെ മകൻ ബിനീഷ് തുടർന്നും പാർട്ടിക്ക് വേണ്ടി സൈബർ പോരാളിയായി. പാർട്ടി പ്രതിസന്ധിയിലെത്തുമ്പോഴൊക്കെ ന്യായീകരിക്കാൻ ഓടിയെത്തി. പിണറായിയുടെ സൈബർ ഭടന്മാരിൽ പ്രമുഖനായി. പക്ഷെ എന്നിട്ടും ബിനീഷിനെ പാർട്ടി അംഗത്വം തിരിച്ചു കൊടുത്തില്ല. 3 വർഷത്തിനിടയിൽ 4 തവണയാണ് തൻ്റെ പാർട്ടി അംഗത്വം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ട് ബിനീഷ് അപേക്ഷ കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ അപേക്ഷ പരിഗണിച്ചത് കഴിഞ്ഞയാഴ്ചയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ബിനീഷിന് അംഗത്വം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ ശുപാർശ തള്ളി. പിണറായിയുടെ പക എത്ര ഗൗരവമുള്ളതാണ് എന്നതിന് തെളിവായിരുന്നു ബിനീഷിന് പാർട്ടി അംഗത്വം പോലും കൊടുക്കാതെയുള്ള നീക്കം. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പിണറായിയുടെ വീട്ടിൽ ED എത്തുന്നത്. പിണറായിയെ പിടിക്കാനല്ല, പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിനെ പിടിക്കാനല്ല, പിണറായിയുടെ മകളെ പിടിക്കാൻ. പിണറായിയുടെ മകളുടെ കള്ളപ്പണ ഇടപാടുകളുടെ രേഖകൾ തപ്പാൻ.
പാർട്ടി അംഗത്വമുള്ള കോടിയേരിയുടെ മകനെ പിടിച്ചപ്പോൾ തെളിവ് ചോദിക്കാൻ നിൽക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും നിയമപരമായ പിന്തുണ കൊടുക്കാതിരിക്കുകയും ചെയ്ത പിണറായി പക്ഷേ തൻ്റെ മകളെ അന്വേഷിച്ച് ED എത്തിയപ്പോൾ പാർട്ടി അണികളെ ഇളക്കി വിടാൻ തീരുമാനിച്ചു. മനസ്സോടെയാണെങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് അവിടെ എത്തേണ്ടി വന്നു. പിണറായിയുടെ വീട്ടിലേക്ക് ED എത്തിയപ്പോൾ ഓടിക്കൂടിയ ജനക്കൂട്ടത്തിനിടയിൽ ബിനീഷ് ഉണ്ടായിരുന്നു. പിണറായിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും EDയെ ന്യായമായി വിമർശിക്കുകയും ചെയ്തു നേതാക്കൾക്കൊപ്പം ബിനീഷ് കോടിയേരി. പക്ഷെ അതൊരു മധുര പ്രതികാരമായിരുന്നു എന്ന് ബിനീഷിനെ അറിയാവുന്നവർ പറയുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കി ED ജയിലിലിട്ടപ്പോൾ തള്ളിപ്പറയുകയും സഹായം നിഷേധിക്കുകയും ചെയ്ത പിണറായി തൻ്റെ മകൾക്ക് വേണ്ടി വെള്ളം കുടിക്കുന്നത് കാണാൻ, അത് ആസ്വദിക്കാൻ ഓടിയെത്തിയതായിരുന്നു ബിനീഷ് എന്ന് ബിനീഷിനെ അറിയാവുന്നവർ പറയുന്നു. ഇതിനേക്കാൾ വലിയൊരു മധുര പ്രതികാരം ബിനീഷിനെ പിണറായിയോട് വീട്ടാനില്ല. ആ മധുര പ്രതികാരത്തിന് അപ്പോൾ തന്നെ പരിഹാരവുമുണ്ടായി. കോടിയേരിയുടെ മകനെ പാർട്ടി അംഗത്വം കൊടുക്കാൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ ചുമതലപ്പെടുത്തി. ആ അംഗത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുത്തതാണ് എന്ന ആരോപണം ഒഴിവാക്കാൻ തിങ്കളാഴ്ചത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ചൊവ്വാഴ്ചയാണ് റെയ്ഡ് നടന്നത്. തിങ്കളാഴ്ചത്തെ ഡേറ്റ് ഇട്ട് പാർട്ടി അംഗത്വം ബിനീഷ് കോടിയേരിക്ക് കൊടുത്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ബിനീഷിന് മുമ്പിൽ പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവ് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ബിനീഷിനെയും വിജയനെയും അറിയാവുന്നവർ പറയുന്നത്. ധൃതി പിടിച്ച് തൻ്റെ നിലപാട് തിരുത്താൻ പിണറായിയെ പ്രേരിപ്പിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ തള്ളിപ്പറഞ്ഞ പാർട്ടി എന്തുകൊണ്ടാണ് പിണറായിയുടെ മകളെ സംരക്ഷിക്കാൻ കയ്യും മെയ്യും മറന്ന് ഇറങ്ങുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചപ്പോഴാണ്. പാർട്ടി പ്രവർത്തകർ പരസ്പരം ചോദിച്ചു, ബിനീഷിന് എന്താണ് അയോഗ്യത, വീണ വിജയന് എന്താണ് അധിക യോഗ്യത? ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ അലയടിച്ചു തുടങ്ങിയപ്പോഴേ പിണറായിക്ക് അപകടം പിടികിട്ടി. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഈ തീരുമാനം. ഡിവിൻ കുഴിമടത്തിൽ എന്ന ഒരു സഖാവ് ഇങ്ങനെയാണ് ചോദിച്ചത്, പാർട്ടി കുടുംബത്തിനായാണോ കുടുംബം പാർട്ടിക്കായാണോ? ഇന്ന് കേരള രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണിത്. ബിനീഷ് കോടിയേരി പ്രതിയായപ്പോൾ പാർട്ടി പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അച്ഛനായ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ മറയാക്കി മകനെ പ്രതിരോധിച്ചില്ല. മകന്റെ പേരിൽ പാർട്ടിക്ക് നാണക്കേട് വരരുത് എന്ന നിലപാടായിരുന്നു കോടിയേരിയുടേത്. പക്ഷേ ഇന്ന് വീണ ടിക്കെതിരെ ആരോപണങ്ങളും തെളിവുകളും ചർച്ചയാകുമ്പോൾ മുഴുവൻ പാർട്ടിയും ഒരു കുടുംബത്തിന്റെ അഭിഭാഷക സംഘമായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഇവിടെ ചോദ്യം ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അധികാരം ആരെ രക്ഷിക്കാൻ ഉപയോഗപ്പെടുന്നു എന്നതാണ്. ബിനീഷിനെതിരെ തെളിവില്ലാത്ത സമയത്ത് അറസ്റ്റ്, റെയ്ഡ്, മാധ്യമ വിചാരണ എല്ലാം നടന്നു. പാർട്ടി അതിനെതിരെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്തില്ല. വ്യക്തി വേറെ പാർട്ടി വേറെ എന്നായിരുന്നു അന്ന് പാഠം. എന്നാൽ ഇന്ന് കഥ മാറി. കാരണം ഇവിടെ പ്രതിയുടെ പേരിന് പിന്നിൽ പിണറായി വിജയൻ എന്ന പേരുണ്ട്. ബിനീഷിനുമുണ്ടായിരുന്നു ആ പേര്. ഇവിടെ വീണ എന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കപ്പെടുന്നു എന്ന് തോന്നൽ ജനങ്ങൾക്കുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കൈക്കൂലി ബാങ്ക് അക്കൗണ്ടിലൂടെ വന്നുവെന്ന ആരോപണം വരെ ഉയരുമ്പോഴും ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന വാചകത്തിൽ എല്ലാം കഴുകിക്കളയാൻ ശ്രമിക്കുന്നു. ഇവിടെ വീണയ്ക്കെതിരായ തെളിവുകളും കണ്ടെത്തലുകളും രണ്ടുമുണ്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കും, കോടിയേരിയുടെ മകനെതിരെ വന്നപ്പോൾ നിയമം വിശുദ്ധമായിരുന്നു, പിണറായിയുടെ മകളുടെ കാര്യത്തിൽ അത് രാഷ്ട്രീയ പ്രതികാരമാകുന്നത് എങ്ങനെ? ഇതാണ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ്. ഒരാളുടെ മകൻ പാർട്ടിക്ക് ഭാരമാകുന്നു, അവനെ തള്ളി നിർത്തി. മറ്റൊരാളുടെ മകൾ ഭാരമല്ല, അത് ഞങ്ങൾ ചുമക്കേണ്ടതാണ് എന്നാണ് അണികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. മകൾ പ്രതിസന്ധിയിലായപ്പോൾ പിണറായി പാർട്ടിയെ തന്നെ കവചമാക്കി. അവസാനം വ്യത്യാസമൊന്നു മാത്രം, കോടിയേരി പാർട്ടിയെ രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തെ പോലും മാറ്റി നിർത്തി. പക്ഷെ പിണറായി വിജയൻ കുടുംബത്തെ രക്ഷിക്കാൻ പാർട്ടിയെ തന്നെ മുന്നിൽ നിർത്തുന്നു. ഇനി എന്ന് തിരുത്തും പാർട്ടിയും അണികളും? ഇനിയും അഗ്നിശുദ്ധി ആവശ്യപ്പെടാൻ അണികൾക്ക് അർഹതയില്ലേ? പിണറായിക്കെതിരെ നിരന്തരം പ്രതികരിക്കുന്ന ജോയി മാത്യു പോലും ഇങ്ങനെ ചോദിച്ചു. ഇന്നലെ ബിനീഷ് കോടിയേരിയാണ് എനിക്കിഷ്ടമായത്. തന്നെ അറസ്റ്റ് ചെയ്ത് ED തൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വിദഗ്ധമായി കൈയൊഴിഞ്ഞ വിജയന്റെ മകളുടെ കേസ് റെയ്ഡ് ചെയ്യാൻ വന്നവനെ ആക്രമിച്ചവരെ തടയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകരുത്. ശരിയായ കോടിയേരി രക്തം. പാർട്ടി സെക്രട്ടറിയുടെ മകന് ഒരു നീതി, പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്ക് മറ്റൊരു നീതി. നേതാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അടിമകൾ ഇത് മറക്കരുത്. ഇത്തരം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തിപ്പെട്ടപ്പോഴാണ് സമയം കളയാതെ കീഴടങ്ങാൻ പിണറായി വിജയൻ തീരുമാനിച്ചത്. ഈ അസാധാരണ യുദ്ധത്തിൽ പിണറായി വിജയനെ തോൽപ്പിച്ച ബിനീഷ് കോടിയേരിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ.